എങ്ങനെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവുന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ സംശയമുള്ള കാര്യമായിരിക്കും. ചിലർ ഈ സംശയം ഉള്ളപ്പോൾ തന്നെ അവരതിനുള്ള മറുപടികൾ അവർ കണ്ടുപിടിച്ച് കാണും. പക്ഷേ ഇപ്പം സയൻറ്റിഫിക്കലി, ഇപ്പം ടെക്നിക്കലി, അല്ലെങ്കിൽ നമ്മളിപ്പം ഈ ജീവശാസ്ത്രപരമായിട്ട് നമുക്കെങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാകും. നമ്മളെവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, ഇതൊരു മാനസിക രോഗമാണ്, ഇതിന് വേണ്ടത് മാനസിക ചികിത്സയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ആൾക്കാർ പറയാറുണ്ട്. ഇതൊരു മാനസിക രോഗമാണോ എന്ന് നമ്മോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈവൻ അത് മാനസിക രോഗമാണെന്ന് തന്നെ കരുതിയാലും എന്തിനവരെ ഹെയ്റ്റ് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പം ഒരാൾ മാനസികപരമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരാളാണെങ്കിൽ തന്നെ എന്ത് രോഗമാവട്ടെ, മാനസികപരമായിട്ട് എന്ത് രോഗമായാലും അവരെ നമ്മൾ ഹെയ്റ്റ് ചെയ്യുക, അല്ലെ അവരെ കുറ്റപ്പെടുത്തുക, അല്ലെ അവരെ നമ്മൾ കണ്ടാൽ അടിച്ച് ഓടിക്കണം എന്നാണോ നമ്മൾ പറയേണ്ടത്? ഒരിക്കലുമല്ല. നമ്മളിപ്പോൾ എന്ത് തരത്തിലായാലും അവരൊക്കെ മനുഷ്യരാണ്, മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു മാനസിക രോഗമല്ല. ഇതിന് വാലിഡ് ആയിട്ടുള്ള, ഡെഫിനറ്റ് ആയിട്ടുള്ള സയൻസ് കണ്ടുപിടിച്ച ഒരുപാട് റീസൺസ്, എങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ ട്രാൻസ്ജെൻഡറായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മളിന്ന് അതിൻ്റെ സയൻസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ ഇവർക്കെതിരെ നടക്കുന്ന ഈ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് പേജസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെതിരെ പറയാൻ വേണ്ടി മാത്രമുള്ളത്. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ മാത്രം കണ്ടൻറ് ഇട്ടിട്ട് അതുവഴി മാത്രം ഈ റീച്ച് ഉണ്ടാക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്കറിയാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ആദ്യം തന്നെ ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മതം എന്നുള്ളൊരു സാധനമാണ്. ചില മതങ്ങളിൽ ഈ സാധനം അംഗീകരിക്കുന്നില്ല, ഉറപ്പാണ്. അത് കാരണമാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നാച്ചുറലി അവർ വലുതായി വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഹെയ്റ്റ് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ചില കമൻറ്റ് ബോക്സിലൊക്കെ വല്ലാതെ ഇവരെ തെറി പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവർ മണ്ണിനടി ജീവിച്ചാൽ മതി, പിന്നെ മഴവില്ല ആകാശത്ത് മതി, ഭൂമിയിൽ വേണ്ട. ഈ മഴവില്ല എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ആകാശത്ത് മാത്രമല്ല, അത് എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഭൂമി എന്താ പറയുക, ഇവർ ഈ പറയുന്ന ഒരു സ്വർഗ്ഗം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഭൂമിയിൽ സ്വർഗ്ഗമാക്കാൻ പറ്റും. അപ്പോൾ ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് ഉടലെടുക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം. ഈ മതത്തിൻ്റെ ആ ഒരു സാധനത്തിൽ തന്നെയാണ് ഹെയ്റ്റ് തുടങ്ങുന്നത്. പിന്നെ രണ്ടാമത്തെ, ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിലൊക്കെ പെട്ട ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പം സ്വാഭാവികമായിട്ടും ഹെയ്റ്റ് തോന്നും. അതിപ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യൻ, ഇപ്പോൾ ഒരു സ്ത്രീ എന്നോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഹോൾ സ്ത്രീകളോട് ഞാൻ അതിൻ്റെ പേരിൽ കലഹിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത്തരക്കാർ ഒരു ട്രാൻസ്ജെൻഡർ ട്രെയിനിൽ നിന്ന് ഒരു 10 രൂപയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഹോൾ കമ്മ്യൂണിറ്റിനോടാണ് അവർക്ക് ഈ പറയുന്ന ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരിക്കലും ഒരു മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വെറുതെ ചുമ്മാ മനസ്സിൻ്റെ തോന്നലാണ്, അല്ലെങ്കിൽ ഇതൊരു മാനസിക രോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഹെയ്റ്റ് നടത്തുന്ന ആൾക്കാർ പൊതുവേ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ ഒരിക്കലുമല്ല. ഇപ്പം എൻ്റെ പേഴ്സണൽ കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പം ട്രാൻസ്ജെൻഡേഴ്സിനോട് ഹെയ്റ്റ് വേണമെങ്കിൽ എനിക്ക് തോന്നാം. കാരണം എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ജനറലിലൊക്കെ നോർത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റേ കൺമഷി എൻ്റെ മുഖത്ത് വാരി തേച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു തിരക്ക് പിടിച്ച ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് പൈസ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. അന്ന് എനിക്കിത്ര എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നാണം കെട്ടുപോയി എന്ന് പറയാം. എന്നിട്ട് ഞാൻ എണീച്ച് പോയിട്ട് ആ തിരക്കിനിടയിൽ കൂടെ എണീച്ച് പോയിട്ട് ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നതാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് ഇവരുമായിട്ട് എന്താ പറയുക, നമുക്ക് മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തൊക്കെ എനിക്ക് ട്രെയിനിൽ കയറാൻ പേടിയായിരുന്നു. പ്രത്യേകിച്ച് സ്ലീപ്പറിലും ഈ ജനറലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഒരു പനവേലൊക്കെ എത്തി, മുംബൈൻ്റെ ആ ഒരു സൈഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവർ കയറി വരും. അപ്പോൾ അത് നമ്മളൊരു ഭീഷണി പോലെ, അല്ലെങ്കിൽ ഒരു പേടി പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഇവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ശേഷം കുറച്ച് പേരോട് എനിക്ക് സംസാരിക്കാൻ പറ്റി. ഇപ്പോൾ എനിക്ക് എൻ്റെ കോൺടാക്റ്റിൽ തന്നെ എനിക്ക് അറിയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അങ്ങനെ കൂടുതൽ അവരുമായിട്ട് അടുത്ത ശേഷം ഇപ്പോൾ എനിക്കൊരു ഹെയ്റ്റും തോന്നുന്നില്ല. ഇപ്പോൾ ആര് വന്നു കഴിഞ്ഞാൽ ഞാനൊരു 10 രൂപ എടുത്തും കൊടുക്കും. കാരണം അവർ ആ 10 രൂപയെ നമ്മളടുത്ത് ചോദിക്കുന്നുള്ളൂ. അപ്പം നമുക്കത് കൊടുക്കാൻ പറ്റുമോ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം കലയിക്കും, ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം, എന്തുകൊണ്ടാണ് അവരിങ്ങനെ കുറച്ച് അഗ്രഷൻ കാണിക്കുന്നത് എന്നുള്ളത്. ഇതിൽ ഏറ്റവും ചുരുക്കി പറയാനുള്ളത്, അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്, നമ്മളെപ്പോലൊക്കെ തന്നെയാണ് എല്ലാം. നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ്. അവർ വേറെ ഒരു ജനുസിൽ ഒന്നിലും പെട്ടതൊന്നുമല്ല. പിന്നെ അതിപ്പം ജനറ്റിക്കൽ മ്യൂട്ടേഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നുമല്ല. അവർ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ തന്നെയാണ്. പിന്നെ സയൻറ്റിഫിക്കലി എങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ ഒരു ട്രാൻസ്ജെൻഡറായി മാറുന്നു, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരാൾ എങ്ങനെ ട്രാൻസ്ജെൻഡർ ആവുന്നു എന്നുള്ള പറയണമെങ്കിൽ നമ്മൾ ലൈഫിൻ്റെ തുടക്കം മുതൽ നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ ഒരു ഹ്യൂമൻ ലൈഫ്,
അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളെല്ലാവരും എങ്ങനെ ജനിക്കുന്നു, നമ്മുടെ തുടക്കം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സ്പേമും ഈ പറയുന്ന ഓവവും കൂടെ ഫ്യൂസായി കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സിംഗിൾ സെൽ ഉണ്ടാകുന്നത്. അതായത് ഏതൊരു വ്യക്തിയും ജനിക്കുന്നതിൻ്റെ മുന്നേ ഒരൊറ്റ കോശമായിരുന്നു. അതായത് ഈ പറയുന്ന ഈ ഇൻ്റർകോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആദ്യത്തെ സെല്ല്, ആ സെല്ലിനാണ് നമ്മൾ സൈഗോട്ട് എന്ന് വിളിക്കുന്നത്. പിന്നീട് ഈ സൈഗോട്ട് ഇങ്ങനെ സെൽ ഡിവിഷൻ നടന്നിട്ട് മില്യൺസ് ഓഫ് സെൽസായി മാറുന്ന സമയത്താണ് അതിനെ നമ്മൾ എംബ്രയോ എന്ന് വിളിക്കുന്നത്, നമ്മൾ ഭ്രൂണം എന്നൊക്കെ വിളിക്കുന്നില്ലേ. അതിപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈവൻ എന്ത് തന്നെയായാലും എല്ലാവരും തുടങ്ങുന്നത് ഈ ഒരു സിംഗിൾ സെൽ സൈഗോട്ടിൽ നിന്ന് തുടങ്ങി അതിന് സെൽ ഡിവിഷൻ നടന്നിട്ട് പിന്നീട് അതൊരു ഭ്രൂണമായി മാറി ആ ഭ്രൂണം വളർന്നു കഴിയുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയായിട്ട് നമുക്ക് ജന്മം കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളെ പ്രസവിക്കുന്നത്. അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അത് ഈ തുടക്കം എന്ന് പറയുന്നത് ആർക്കും ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാം ഏത് ജെൻഡറായാലും എന്ത് സാധനമായാലും ഈ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളീ പറഞ്ഞ എംബ്രിയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഭ്രൂണം, ഈ ഭ്രൂണത്തിന് 6 ആഴ്ച പ്രായമാവുന്നത് വരെ ഇതിന് യാതൊരു ജെൻഡറും ഇല്ല. ഈ പറയുന്ന ലിംഗം എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനില്ല. എല്ലാം ന്യൂട്രലാണ്, ന്യൂട്രലായിട്ടാണ് നമ്മൾ 6 ആഴ്ച വരെ നമ്മളെല്ലാവരും, നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സും എല്ലാവരും ഈ പറയുന്ന സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ 6 ആഴ്ച കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ 6 ആഴ്ച കഴിയുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ജെൻഡർ എന്നുള്ള ആ ഒരു സാധനം ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് ബയോളജിക്കലി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജീവശാസ്ത്രപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ ജെൻഡർ അവിടെ നിന്ന് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളതിന് കുറച്ച് സാധനങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. നമ്മളെല്ലാവരും ഈ ക്രോമസോം, ജീന്, ഈ സാധനങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഈ ട്രാൻസ്ജെൻഡർ ആവുന്നതിന് അല്ലെങ്കിൽ ഒരാൾ ട്രാൻസ്ജെൻഡർ വ്യക്തിയാക്കി മാറ്റാനുള്ള ഒരു ജീനും നമ്മുടെ ശരീരത്തിലില്ല. അതായത് ഇന്ന വ്യക്തി ഈ ഇന്ന ജെൻഡറിലായിരിക്കണം അല്ലെങ്കിൽ ഇന്ന ജെൻഡർ ആയിരിക്കാൻ പാടില്ല, അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ജീനും നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോമസോം എന്നുള്ള സാധനം, ക്രോമസോം ഇപ്പം നമുക്ക് മനുഷ്യന്മാരുടെ ശരീരത്തിൽ 23 പേയേഴ്സാണ് നമുക്ക് ക്രോമസോം ഉള്ളത്. അതായത് മൊത്തം 46 ക്രോമസോമാണ് മനുഷ്യർക്കുള്ളത്. ഈ 23 പെയർ ഓഫ് ക്രോമസോമിൽ ലാസ്റ്റ് പെയറാണ് നമ്മൾ എന്ത് ജെൻഡർ ആവണം എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം XX, XY എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. XX എന്ന് പറയുന്നത് യൂഷ്വലി ഫീമെയിലാണ്. ഞാൻ പറഞ്ഞ ആ ഒരു ടേം ഓർക്കുക, യൂഷ്വലി സാധാരണയായിട്ട് ഫീമെയിലാണ്. അപ്പോൾ അതിനർത്ഥം സാധാരണയായിട്ട് ഈ XS ഉള്ള ആൾക്കാർ ഫീമെയിൽ അല്ലാതെയും ജനിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ XY എന്ന് പറയുന്നത് യൂഷ്വലി മെയിലാണ്. ഇത് ഞാൻ പല ഡിബേറ്റിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ സയൻസ് ഒന്നും അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. അവർ പറയും അവർക്കുള്ളത് XY ക്രോമസോം അല്ലേ, പിന്നെ അവർക്ക് എന്താ ആണായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ യൂഷ്വലി എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്രോമസോമിൻ്റെ ആക്ഷൻ, ക്രോമസോം എന്താണ് ചെയ്യുന്നത്? ക്രോമസോം ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡി എങ്ങനെയൊക്കെ ഗ്രോ ചെയ്യണം, എന്തൊക്കെ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എങ്ങനെ, നമ്മുടെ മൊത്തത്തിൽ എങ്ങനെ വേണം എന്നുള്ള സാധനം എങ്ങനെ, അതായത് ബിൽഡിംഗ് പ്രോസസ്സ് നടക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നു. അപ്പോൾ ഈ വീട് വെക്കാനുള്ള പ്ലാനാണ് ഈ ക്രോമസോം എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അതായത് ഇപ്പം പ്ലാൻ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് വീടാവുന്നില്ല. ആ പ്ലാനിൽ എന്തൊക്കെയാണോ ഇൻസ്ട്രക്ഷൻ ഉള്ളത് അതനുസരിച്ചാണ് ആ വീടിൻ്റെ പണി പൂർത്തിയാവുന്നത്. അത് മാത്രമാണ് ക്രോമസോം. അപ്പോൾ ഈ ക്രോമസോം ഒരിക്കലും നമ്മുടെ ഇന്നത് മാത്രമേ നടക്കാവൂ, അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷനാണ് ക്രോമസോം. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷനിൽ ചെറിയ പാളിച്ചകളോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പാലിക്കാതെയാണ് ഈ ഗ്രോത്ത് നടക്കുന്നതെങ്കിൽ ഈ XX, XY ഈ പറയുന്നതിൽ യാതൊരു പോയിൻറ്റുമില്ല. അതൊരിക്കലും ഇതിനെക്കുറിച്ച് അറിയാത്ത മണ്ടന്മാർ മാത്രമേ അവർ XY ആണല്ലോ, അതുകൊണ്ട് അവർക്ക് ആണായി ജീവിച്ചുകൂടെ, അവർ XX ആണല്ലോ, എന്തുകൊണ്ട് അവർ പെണ്ണായി മാത്രമേ ജീവിക്കാവൂ എന്നൊക്കെ അവർക്ക് പറയാൻ തോന്നുന്നത് ശുദ്ധമായിട്ടുള്ള അറിവില്ലായ്മ തന്നെയാണത്. ക്രോമസോം ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് നമ്മുടെ ശരീരം ഉണ്ടാക്കാൻ സഹായിക്കുന്ന വേറൊരു സാധനം? അതാണ് നമ്മുടെ ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഹോർമോണുകൾ നമ്മൾ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് നമ്മൾ ഹോർമോണുകളെ പറയാറുണ്ട്. അതായത് ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ സഞ്ചരിച്ച് നമ്മുടെ വിവിധ അവയവങ്ങളിലൊക്കെ എത്തിയിട്ട് അവിടെയൊക്കെ ഇതിനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ഹോർമോണുള്ള റിസപ്റ്റേഴ്സ് അവിടെ ഉണ്ടാവും. എന്നിട്ട് ആണ് ഇതിൻ്റെ ഈ ബിൽഡിംഗ് പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് ഇത് ബിൽഡ് ആവേണ്ടതെന്നുള്ള ആ മെസ്സേജ് നമ്മുടെ ഓരോ അവയവങ്ങളിൽ എത്തിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് 2 സെക്സ് ഹോർമോൺസ് ആണുള്ളത്. അതായത് ഈ സെക്ഷൽ ഡിറ്റർമിനേഷൻ ആ ഒരു സാധനമായിട്ട് വർക്ക് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈസ്ട്രോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെമിനൈൻ സൈഡ് സ്ത്രീകൾക്കുള്ള ഹോർമോൺ, അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കുള്ളത്. ഈ 2 സാധനങ്ങളാണ് ഈ പറയുന്ന, ഇപ്പം ആണുങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണാണ് കൂടുതലുള്ളത്, അതേപോലെ തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ, പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന വേറെ ഹോർമോൺ ഉണ്ട്. ഇതൊക്കെയാണ് സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്ന ഹോർമോൺസ്. അങ്ങനെ നമ്മുടെ കുട്ടി ഇപ്പം പ്രഗ്നൻസിൻ്റെ 6ാമത്തെ വീക്കിലാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 6ാമത്തെ വീക്ക് വരെ യാതൊരു ജെൻഡറും ഈ പറയുന്ന കുട്ടിക്കില്ല. നമ്മൾ 6ാമത്തെ 7ാമത്തെ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്താണ് ഈ കുട്ടിയുടെ ശരീരം 2 പാത്തുകളുണ്ട് അതിന് ചൂസ് ചെയ്യാൻ. അതായത് ഒന്നാമത്തെ പാത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോർമോൺസിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ. ഒന്നാമത്തെ ഈ പറയുന്ന പോലെ ഡെഫിനറ്റ് ആയിട്ടുള്ള മെയിൽ പാത്ത്, രണ്ടാമത്തെ ഫീമെയിൽ പാത്ത്.
അതായത് ഇപ്പം മെയിൽ പാത്തിലാണ് കുട്ടി പോകുന്നതെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. അങ്ങനെ ഈ മെയിൽ ജെനിറ്റൽസ് ഫോം ചെയ്യും. അത് നമുക്കറിയാം, ഈ വൃഷണം എന്ന് പറയുന്നത് നമ്മളെ പീനിസ്, അതുപോലെ ഇൻറ്റേർണലായിട്ട് ഒരുപാട് ഓർഗൻസ് ഉണ്ട് ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പം ആ കുട്ടി ആ ഒരു മെയിൽ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ മെയിൽ സെക്സ് ഓർഗൻസും അതുമായിട്ട് അസോസിയേറ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് ഈ കുട്ടി ഫിമെയിൽ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് ഈ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് നേരത്തെ പറഞ്ഞ ക്രോമസോമിൽ നിന്ന് XX, XY, ആ ക്രോമസോമിൻ്റെ നിർദ്ദേശാനുസരണം ഈ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്നു. ആ ഹോർമോണുകൾ ഈ പറയുന്ന ഭാഗങ്ങളിൽ എത്തുമ്പോൾ അവിടെ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ആ റിസപ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഈ പറയുന്ന ബിൽഡിങ് നടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഈ കുട്ടി ഫിമെയിൽ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ നടക്കും, ഫിമെയിൽ ജെനിറ്റൽസ് ഫോം ആവും, അതുമായിട്ട് അസോസിയേറ്റ് ഉള്ള കാര്യങ്ങൾ അവിടെ നടക്കും. ഇതാണ് ശരിക്കും ഈ സെക്സ് എന്ന് പറയുന്നത്, ഈ XX, XY എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന, അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ 6ാമത്തെ 7ാമത്തെ വീക്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ്, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സാധനത്തിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ്. പക്ഷേ നമ്മൾ ഇത്രയും നേരം പറയാത്ത വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ബ്രെയിനിൽ എന്താണ് നടക്കുന്നത്. ബ്രെയിൻ നമുക്ക് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബ്രെയിൻ എന്താണ്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ എന്താണ്. ബ്രെയിൻ ജസ്റ്റ് ഓർമ്മകൾ മാത്രമൊന്നുമല്ല, നമ്മുടെ എൻ്റയർ ബോഡി കൺട്രോൾ ചെയ്യുന്ന ആ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒക്കെ കേന്ദ്രം ഈ പറയുന്ന ബ്രെയിനാണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ CPU ആണ് ബ്രെയിൻ എന്ന് പറയാം. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ജെനിറ്റൽസൊക്കെ ഫോം ആവുന്ന, ഈ ഹോർമോൺസിൻ്റെ സംഗതികളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ എന്താണ് നടക്കുന്നത്. യൂഷ്വലി ഈ പ്രഗ്നൻസി സ്റ്റേജിൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഈ ജെനിറ്റൽസൊക്കെയാണ് ആദ്യം ഡെവലപ്പ് ആവുന്നത്. പക്ഷേ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രോമസോം എന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂടി, അത് കാരണം മെയിൽ ജെനിറ്റൽസ് അവിടെ ഫോമായി. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പിന്നീടാണ് നടക്കുന്നത്. ഏകദേശം കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു എംബ്രിയോ ചൂസ് ചെയ്ത പാത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പാത്ത്, 1ാമത്തെ പാത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് DNA ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഈ പറയുന്ന ജെനിറ്റൽസൊക്കെ ഈ സെക്സ് ഓർഗൻസൊക്കെ ഫോം ചെയ്യുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അയാളുടെ ബോഡി എന്ന് പറയുന്നത് ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു, അത് മെയിൽ ബോഡി ആയിട്ടാണ് ഫോം ചെയ്ത് കഴിഞ്ഞത്. പക്ഷേ പിന്നീടാണ് ഈ പറയുന്ന ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ബോഡിക്കൊരു സെക്സ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രെയിനും സെക്സ് എന്ന് പറയുന്ന സാധനം ബാധകമാണ്. ഈ പറഞ്ഞ സെയിം സാധനം ഫീമെയിലിനും ബാധകമാണ്. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ സെക്സ് എന്ന് പറയുന്നത് പിന്നീട് ഇതേ ഹോർമോൺസ് തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, ബോഡിയുടെ ഈ ഒരു സാധനം കഴിഞ്ഞിട്ടാണ് അവിടെ നടക്കുന്നത്. അപ്പം ബ്രെയിനിന് സെക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെയിൽ സെക്സ് ആയിരിക്കാം, ഫീമെയിൽ സെക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത സെക്സ് ആയിരിക്കാം, ഇതിൻ ബിറ്റ്വീൻ ആയിരിക്കാം. അപ്പം ബോഡിയിലൊരു സെക്സ് ആണ്, പക്ഷേ അതേ സെക്സ് തന്നെയാണ് ബ്രെയിനിന് ആവേണ്ടത് എന്നുള്ളത് നമുക്കൊരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോർ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ബോഡിയുടെ സെക്സ് ഒരിക്കലും ബ്രെയിനിൻ്റെ സെക്സുമായിട്ട് മാച്ച് ആവണമെന്ന് യാതൊരു നിർബന്ധവും. ഇപ്പം നമുക്കൊക്കെ മാച്ചായി, നമുക്കറിയുന്ന കുറേ പേർക്ക് മാച്ചായി എന്ന് വെച്ചിട്ട് അതാണ് ഒരു കോമൺ ആയിട്ട്, അല്ലെങ്കിൽ അതാണ് യൂണിവേഴ്സൽ ലോ എന്ന് ഒരിക്കലും നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങളുടെ മതപുസ്തകത്തിൽ പലരും, നിങ്ങളെ സൃഷ്ടിച്ചത് പലരും പല തവണ മണ്ണ് കുഴച്ചിട്ടും മറ്റേ തുടേൻ്റെ ഇടുക്കുന്നു വന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്നത്. പക്ഷേ ഇതങ്ങനെ ഒരു പുസ്തകം കൊണ്ട് നമുക്ക് കോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനമല്ല. ഇതൊക്കെ ബയോളജിക്കൽ പ്രോസസ്സാണ്. ബയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൽ പല ഏറ്റക്കുറച്ചിലുകളും, അതിന് കിട്ടേണ്ട കണ്ടീഷൻ, പല സാധനങ്ങളും. ഇപ്പോൾ ഒരു എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അമ്മ കഴിക്കുന്ന ഫുഡാണ് കുട്ടിക്ക് കിട്ടുന്നത് പോലെ, ഇതിന് ഈ സെക്സ് ഡിറ്റർമിനേഷൻ ഈ ഫുഡിൻ്റെ ഒന്നുമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ അതിലൊക്കെ ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ ഈ എംബ്രിയോ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇപ്പം ഫിസിക്കലിയും അതേപോലെ തന്നെ ഈവൻ പല കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഇപ്പോൾ കോർഡിനേഷൻ, ഈ പറയുന്ന ബോഡിയുടെ സെക്സും ബ്രെയിനിൻ്റെ സെക്സും ഒരിക്കലും അത് നമുക്ക് ഒരേപോലെ ആയിരിക്കണം, നമുക്ക് അതുകൊണ്ട് വാശി പിടിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ മിസ്മാച്ച് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് രണ്ട് പ്രോസസ്സാണ് ഒന്നാമത് പറയാനുള്ളത്. അതായത് നിങ്ങളുടെ ബോഡിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും വേറെയാണ്, ഈ ബ്രെയിനിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും രണ്ടും ഡിഫറൻ്റാണ്, രണ്ടും വേറെ പ്രോസസ്സാണ്. അപ്പം ഈ രണ്ട് പ്രോസസ്സിൻ്റെ ഇടയിലും ഈ ആഴ്ചകളുടെ ഗ്യാപ്പും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മിസ്മാച്ച് വരാൻ സാധ്യത കൂടുതലല്ലേ, നമ്മൾ നോർമൽ ലോജിക്കിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നോർമൽ ലോജിക്കിൽ ചിന്തിക്കേണ്ട, അതിൻ്റെ എക്സാക്റ്റ് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് അതിൻ്റെ കാരണം. പിന്നെ ഈ ടൈമിങ്, ഇത്രയും ടൈം എടുക്കുന്ന സമയത്ത് ഇത് എല്ലാം കെമിക്കൽസാണ്, കെമിക്കൽ റിയാക്ഷൻസാണ്. നമ്മൾ ഏറ്റവും കോർ ലെവലിൽ നമ്മൾ നോക്കിക്കണ്ടാൽ ഇതൊക്കെ കെമിക്കൽ റിയാക്ഷൻസാണ്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ ഇതൊരിക്കലും ഒരാളിപ്പം ഞാൻ ഇപ്പം സിൽവർ നൈട്രേറ്റ് ഇത്ര ഇട്ടു, അതിലേക്ക് ഇത്ര ml വെള്ളം ഒഴിച്ചു, അങ്ങനെ ഒരാളും ചെയ്യുന്ന സാധനമല്ല. ഇതൊക്കെ നാച്ചുറലി
ഈ DNA നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ക്രോമസോമിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ച് വർക്കാവുന്ന ചെറിയ ചെറിയ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ആ റിയാക്ഷൻസിൽ മിസ്റ്റേക്ക് സംഭവിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ അത് കാരണമാണ് ഈ പറയുന്ന മിസ്മാച്ച് എന്ന് പറയുന്ന സംഗതി വരുന്നത്. അപ്പോൾ അതിൽ ഈ ഹോർമോൺ റിസപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. അതായത് ബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സ് ചിലപ്പം ബോഡിയിലുള്ള റിസപ്റ്റേഴ്സിൻ്റെ അത്ര സ്ട്രോങ് ആയിരിക്കില്ല. ഈ ടെസ്റ്റോസ്റ്റിറോണാണ് ബോഡിയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയെങ്കിൽ ഈ പറയുന്ന ബോഡി ഡെവലപ്പ് ആവുന്നതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള റിസപ്റ്റേഴ്സിൻ്റെ അത്ര ബ്രെയിനിലില്ലെങ്കിൽ അവിടെ ഈ സാധനം വർക്കാവില്ല. പലരും പറയുന്നതാണ് അവനുള്ള ഓർഗൻസ് അതാണ്, അവനുള്ള ഓർഗൻസ് ഇന്നതാണ്, അപ്പോൾ അവൻ ആ ഓർഗൻ കൊണ്ട് ജീവിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഈ പറയുന്ന സെക്സ് മാറ്റുന്ന സർജറികൾ ആൾക്കാർ ചെയ്യാറുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യാറുണ്ട്. ഈ സെക്സ് മാറ്റുന്ന സർജറി ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും അത് കട്ട് ചെയ്യാൻ പാടില്ല. അതെന്തോ ദൈവികമായിട്ടുള്ള സാധനം. അതൊക്കെ ഈ മതചിന്തയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇതേ മതം ചിന്തയുള്ള ആൾക്കാരും ഇത് കട്ട് ചെയ്യാറുണ്ട്, അത് നമുക്കറിയാം. അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് അത് കംഫർട്ടല്ല. അപ്പോൾ അവരുടെ ബ്രെയിന് ഈ ഒരു സാധനം ഈ അധികമായിട്ടാണത് ഫീൽ ചെയ്യുന്നതെങ്കിൽ അവരത് വെട്ടിക്കളയട്ടെ, പിന്നെ അവർക്ക് വേണ്ട ഷേപ്പിലേക്ക് അത് മാറ്റട്ടെ. നമ്മളങ്ങനെ കണ്ടാൽ മതി. അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഈ ഹോർമോൺ റിസപ്റ്റേഴ്സിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, അത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഹോർമോൺസും റിസപ്റ്റേഴ്സും, ഹോർമോൺസ് നിങ്ങളൊരു കീ ആയിട്ട് ഒരു താക്കോലായിട്ട് സങ്കല്പിക്കുക. ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലോക്കായിട്ട് സങ്കല്പിക്കുക. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ കൊണ്ട് നിങ്ങൾക്ക് അപ്പുറത്തെ വീട് ഒരിക്കലും തുറക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇതും. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഹോർമോണിൻ്റെ റിസപ്റ്റേഴ്സ് അവിടെ ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് മെസ്സഞ്ചേഴ്സാണ്, ആ ഒരു മെസ്സേജ് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ പറയുന്ന കീ അല്ലെങ്കിൽ ലോക്ക് അത് തന്നെ ചിന്തിച്ചാൽ മതി. നമ്മുടെ കീയിൻ്റെ അറ്റം കുറച്ച് തഴഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ കുറേ കാലം യൂസ് ചെയ്തിട്ടൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ലോക്കിൻ്റെ അകത്തും ഇത് കറക്റ്റ് ഫിറ്റ് ആവുന്നില്ല. അങ്ങനെയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ അതാണ് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഇപ്പോൾ ഒരു താക്കോലിൻ്റെ ഷേപ്പിലാണ് ഇതൊന്നും ഒരിക്കലും അർത്ഥമില്ല കേട്ടോ. അങ്ങനെ ഒരു സെൻസിൽ മാത്രം എടുക്കുക. അങ്ങനെ ഈ പറയുന്ന സംഗതികൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു റിസപ്റ്റേഴ്സിലും ഈ പറയുന്ന ഹോർമോൺസിൻ്റെ ഈ പറയുന്ന സാധനങ്ങളിലും മിസ്മാച്ച് വരുന്ന സമയത്ത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെസ്സഞ്ചർ ഈ ഇൻസ്ട്രക്ഷൻ എന്ന് വരുന്ന ആ മെസ്സേജ് അതവിടെ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അത് കാരണമാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നം വരുന്നത്. അതിപ്പോൾ തലയിൽ മാത്രമല്ല കേട്ടോ. തലയിൽ ഇപ്പം മെയിലാണ് അത് ഫോം ചെയ്തത്, പക്ഷേ ബോഡി വന്നപ്പോൾ അത് ഫീമെയിലായി പോകാനൊക്കെ സാധ്യതയുണ്ട്. ആ മെസ്സേജ് അവിടെ ഇൻകംപ്ലീറ്റ് ആണ്. അതേ സമയത്ത് ഈ പറയുന്ന ഈ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷനൊക്കെ ചെറിയ തോതിലൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസപ്റ്റേഴ്സ്, അതിൻ്റെ ലോക്ക് ആൻഡ് കീ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബ്രെയിൻ ആ സൈഡിലേക്കായിരിക്കും ഡെവലപ്പ് ആവുന്നത്. അത് കാരണമാണ് ഈ പറയുന്ന മിസ്മാച്ച് എന്ന് പറയുന്ന സംഗതി ഇവിടെ ഉണ്ടാവുന്നത്. മുന്നേ ഞാൻ മറ്റേ അഗസ്റ്റസ് മോറിസ് എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പം പുള്ളി അതിൽ തലച്ചോറിന് ഇങ്ങനെ ഹോർമോൺ കുളിപ്പിച്ച് കിടത്തുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും അങ്ങനെ കുളിപ്പിച്ച് കിടത്തുന്ന ഒരു സംഗതിയല്ല, ഇതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം തന്നെയാണ്. പുള്ളി പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരിക്കലും അല്ല. പുള്ളി ഇപ്പം ഞാൻ പറയുന്നതിലും വളരെ വളരെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പുള്ളി എന്ന് പറയുന്നത്. അതും കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം രണ്ടും കണ്ട ആൾക്കാർക്ക് ചിലപ്പം തോന്നാം. അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് കോട്ട് ചെയ്തത്. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്, ഈ പറയുന്ന റിസപ്റ്റേഴ്സിലും ഈ ഹോർമോൺസിൻ്റെ ഈ ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിൽ വരുന്ന തകരാറുകൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ തകരാറുകൾ എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി വരുന്നതാണ്. നാച്ചുറലി അങ്ങനെ സംഭവിക്കും. ഈവൻ നമ്മുടെ DNA കോപ്പി ചെയ്യുന്ന സമയത്ത് വരെ ഇപ്പം ചില സമയത്ത് എറേഴ്സ് വരാമെന്ന് നമ്മൾ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്നൊക്കെ വിളിക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ആരും ഒരു കാൽക്കുലേറ്റർ ഒന്നും വെച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സാധനം വെച്ചിട്ട് ഗൈഡഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. ഇതൊക്കെ നാച്ചുറലി ഈ ഉള്ള ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ തെറ്റ് വരാമെന്നുള്ള സ്വാഭാവികമാണ്. ഇത് നമ്മുടെ മുന്നത്തെ ലൈഫിൻ്റെയും ഡെത്തിൻ്റെ ഒക്കെ വീഡിയോ കണ്ട ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാവും നമ്മുടെ ഈ ഒരു സാധനങ്ങൾ എങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ എംബ്രിയോ ഈ ഭ്രൂണാവസ്ഥയിലുള്ള ഒരു ശിശുവിൻ്റെ ഡെവലപ്മെൻറ്റിലും ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. അത് കാരണമാണ് ഈ ബോഡിയിലുള്ള സെക്സും ബ്രെയിനിലുള്ള സെക്സും തമ്മിൽ ചെറിയ മിസ്മാച്ചസ് ഒക്കെ ഇങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ഡിസീസായിട്ടൊന്നും നമ്മൾ സങ്കല്പിക്കരുത്. ഈ മിസ്മാച്ച് എന്നൊക്കെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റാണ് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. കാരണം അത് നാച്ചുറൽ ബയോളജിയാണ്. ചിലരുടെ ഇപ്പം എൻ്റെത് ഇങ്ങനെയാണ് വയർ ചെയ്തത്, നിങ്ങളുടെ അങ്ങനെയാണ്, അപ്പോൾ അവരുടെ അങ്ങനെ തന്നെ ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സാണ് ഇതൊക്കെ, നാച്ചുറലി സംഭവിക്കുന്നതാണ്, ഒരിക്കലും ഒരു ഡിസീസോ ഒരു സംഗതിയല്ല. അപ്പോൾ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി ഇതെങ്ങനെ ഷേപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ബോഡി വേറൊരു തരത്തിലാണുള്ളത്, പക്ഷേ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, നമ്മൾ എംബ്രിയോട്ടിക് സ്റ്റേജിൽ നമ്മൾ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന നമ്മളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായത് വേറൊരു തരത്തിലാണ്. അപ്പോൾ നമുക്ക് ആ ജെൻഡർ ഐഡൻറ്റിറ്റി എന്നൊരു സാധനം അതൊരിക്കലും ഒരു കൺഫ്യൂഷൻ ആയിട്ടൊക്കെയാണ് ആൾക്കാർ അത് അവതരിപ്പിക്കുന്നത്. ഒരിക്കലും അതൊരു കൺഫ്യൂഷൻ അല്ല, അത് കൺഫ്യൂഷൻ ഒന്നുമല്ല. ഇപ്പം ഞാൻ എന്താണ്, ഇപ്പം ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെ എനിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, ഈ സാധനങ്ങളൊക്കെയാണ് ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി, എൻ്റെ ബ്രെയിനിലുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി എൻ്റെ ബോഡിയായിട്ട് എപ്പോഴും കോർഡിനേറ്റ് ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്നത് ശുദ്ധ മണ്ടന്മാരാണ്. ഈ പറയുന്ന സയൻസും തേങ്ങയൊന്നും അറിയാത്ത ആൾക്കാർ മാത്രമേ അങ്ങനെ പറയുള്ളൂ സാധാരണഗതിയിൽ. അപ്പം നമുക്കൊരിക്കലും അത് വാശി പിടിക്കാൻ പറ്റില്ല. ഇപ്പം ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ അതിന് കുഴപ്പം, എനിക്കിപ്പോൾ ഞാൻ ആണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അതിന് കുഴപ്പം.
അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്തതും എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സാധനമല്ല ഈ ഐഡൻറ്റിറ്റി. ഈ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ച് വീഴുന്നതിൻ്റെ മുന്നേ എൻ്റെ ഈ പറയുന്ന സെല്ലുകളും കോശങ്ങളും ഈ ഡെവലപ്മെൻറ്റും ഈ എംബ്രയോ സ്റ്റേജിൽ ഞാൻ എന്തായിരുന്നു ഉള്ള സമയത്ത് ഡെവലപ്പായി വന്നിട്ടുള്ളതാണ് എനിക്ക് ഈ കിട്ടിയ ഐഡൻറ്റിറ്റി. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരുടെ ബോഡി മെയിലാണ്. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ ചേർക്കുന്ന സമയം മുതൽ തന്നെ ഈ ഒരു സോഷ്യലി ഉണ്ടാകുന്നൊരു സാധനമുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ആൺകുട്ടികളുടെ കൂടെയാണ് ഇരിക്കേണ്ടത്. അപ്പം ഈ മനസ്സിൽ ഈ കുട്ടി പെൺകുട്ടി ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ആൺകുട്ടികൾ കളിക്കുന്ന കളികളും ആൺകുട്ടികൾ മരത്തിലൊക്കെ കയറിയാണല്ലോ കളിക്കുന്നത്. പക്ഷെ അവരുടെ ബോഡി എങ്ങനെയാണ്, ബോഡി മസ്കുലിനായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ബോഡി ആയിരിക്കാം ചിലപ്പം കിട്ടിയത്. പക്ഷേ അവർക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് പെൺകുട്ടികൾ കളിക്കുന്ന കൈകൊട്ടിക്കളി അതിനോടായിരിക്കും അവർക്ക് ഫെമിനൈൻ സൈഡിലായിരിക്കും അവർ പോകുന്നത്. കാരണം ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ തോട്ട്സും നമ്മുടെ കോഗ്നിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന നമ്മുടെ ബ്രെയിന് അപ്പുറത്തെ സൈഡിലാണുള്ളത്. പക്ഷേ ഇവർ ഇപ്പുറത്തെ സൈഡിലാണ്. കാരണം അവരുടെ ബോഡി നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഐഡൻറ്റിറ്റി ഇപ്പുറത്താണ് ഉള്ളതിൻ്റെ പേരിലാണ് അവരിവിടെ ഇരിക്കാൻ വേണ്ടി വിധിക്കപ്പെടുന്നത്. പക്ഷേ അവർക്ക് അപ്പുറത്തെ സൈഡിലായിരിക്കും, അവിടെ പോയിരിക്കണം, അവരോടുകൂടെ കളിക്കണം എന്നായിരിക്കും അവർക്ക് തോന്നുന്നത്. അത് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും നമ്മുടെ സൊസൈറ്റി ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഇപ്പം ഞാൻ പറയുന്നു, ഒരു ആൺകുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ഒരു ആൺകുട്ടി പെട്ടെന്ന് പെൺകുട്ടികളുടെ കൂടെ പോയി കളിക്കുന്നു, അവരുടെ കൂടെ ബാത്റൂമിൽ പോകുന്നു. ഒരു ജസ്റ്റ് ഇമാജിൻ കേട്ടോ, അങ്ങനെ സംഭവിച്ചു എന്നല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ സൊസൈറ്റി എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? ഒരിക്കലും നല്ലൊരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യില്ല. ആർക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്താണ് പ്രശ്നമല്ല. അവനെ ഒരു പെർവെർട്ടൊക്കെ ആക്കിയിട്ടായിരിക്കും ചെറുപ്പത്തിൽ അവർ ചിത്രീകരിക്കുന്നത്. അവിടെ മുതൽ തുടങ്ങുവാണ് ഇവരുടെ ഈ കഷ്ടപ്പാട് എന്ന് പറയുന്ന സംഗതി. അവിടെ മുതൽ തുടങ്ങുവാണ്. അപ്പോൾ ഇവരുടെ കഷ്ടപ്പാട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരു ദിവസം മൊത്തം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തീരാത്തത്രയും കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നൊരു ലൈഫൊന്നല്ല അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ, നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ കണ്ടു, പുറത്തുനിന്ന് ഇപ്പോൾ ട്രെയിനിലൊരു ട്രാൻസ്ജെൻഡർ നിങ്ങൾ കണ്ടു. അപ്പോൾ അവരുടെ വീട്ടിലെങ്ങനെയായിരുന്നു, അവർ വളർന്നു വന്ന സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, അവർ ജനിച്ചത് മുതൽ അവരെ നിങ്ങൾ അന്ന് വരെ കണ്ടവരെ നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യം അവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് സാധനം, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് സംഗതികൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആണാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ആൺകുട്ടികളുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരാൾ, അയാളുടെ ബോഡി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആണാണ്. പക്ഷേ അയാളുടെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ പെണ്ണായിരിക്കും. അത് പക്ഷേ അയാൾക്ക് ചെറിയ കുട്ടിയാണല്ലോ, നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇയാൾ ഈ സ്ത്രൈണത എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമുക്കെന്തായാലും കൂട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനടക്കം അന്ന് എന്താ പറയുക, ഇന്നത്തെ ഞാനല്ല അന്നത്തെ ഞാൻ, ആ കുട്ടിയായിരുന്ന ഞാൻ, നമുക്ക് ഈ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മളെന്തായാലും അയാളെ കളിയാക്കും. പെണ്ണെന്ന് വിളിച്ചിട്ടും പെണ്ണെന്ന് വിളിച്ചിട്ടും അങ്ങനെ പല പേരിലും നമ്മളവിടെ അയാളെ കളിയാക്കും. സ്വാഭാവികമാണത്. അതേപോലെ തന്നെയാണ് എല്ലാ നാട്ടിലും. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെയാണ് വർക്കാവുന്നത്. അപ്പോൾ ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ സമൂഹം നശിപ്പിച്ചോളൂ. അവരെ കൊല വിളിക്കും. ഈ കളിയാക്കലിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവരെ ചിലപ്പം ആട്ടി ഓടിക്കും, തല്ലും. അങ്ങനെ പല സ്ഥലത്തും പലരുടെ സംസ്കാരം അനുസരിച്ച് പല രീതിയിലായിരിക്കും പെരുമാറുന്നത്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് ഈ പറയുന്ന ഹെയ്റ്റും ഈ പറയുന്ന വയലൻസ് ഒന്നും കാണിക്കാത്ത കുട്ടികൾ വരെ സ്വാഭാവികമായിട്ട് അവരെ കളിയാക്കും. അവിടെ നിന്ന് തുടങ്ങുകയാണ് ഇവരുടെ പ്രശ്നങ്ങൾ പറയുന്നത്. ആ കളിയാക്കൽ പിന്നീട് അവർ വലുതാവുന്നതനുസരിച്ച് ഇപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സും അതിൻ്റെ മേലെയുള്ള ക്ലാസ്സും കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് ഇപ്പോൾ സമൂഹം തന്നെ അവരെ അങ്ങ് ഒറ്റപ്പെടുത്തി അങ്ങ് നശിപ്പിച്ച് കളയും. ഇപ്പോൾ മിക്ക കേസിലും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വൃത്തികെട്ട മണ്ടന്മാരായിട്ടുള്ള വിശ്വാസികളുള്ള വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവരൊരിക്കലും അംഗീകരിക്കില്ല അവരുടെ മക്കൾക്ക് അവരുടെ എന്താ പറയുക, അവരുടെ അതേ ബീജത്തൊന്നും മറ്റേ എഗ്ഗൊന്നും വന്നിട്ടുള്ള കുട്ടികളാണ് ഇങ്ങനെ ആയത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവരിവരെ തല്ലി നേരെയാക്കാനും ഡോക്ടറെ കാണിച്ച് നേരെയാക്കാനും ഈ പറഞ്ഞ കുറേ കൗൺസിലർമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടൊക്കെ നേരെയാക്കാനായിരിക്കും അവർ സ്വാഭാവികമായിട്ട് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഈ പറയുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമം അവരുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അത് അവരോട് നമ്മളെ അടുത്ത് ആരോടും പറയില്ല. നമുക്കത് ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് 99.9% ട്രാൻസ്ജെൻഡേഴ്സും ഇപ്പം 0.1 ഒക്കെ ഉണ്ടാവും. വീട്ടുകാരൊക്കെ നല്ല ബുദ്ധിയുള്ള വീട്ടുകാരിൽ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു സമൂഹത്തിൽ ജനിച്ച ആൾക്കാർക്ക് ചിലപ്പം കുഴപ്പമുണ്ടായിന്ന് വരില്ല. പക്ഷേ ഈ 99.9% ട്രാൻസ്ജെൻഡേഴ്സും നമ്മൾ കാണുന്നത് ഈ പറയുന്ന സ്റ്റേജിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ളതാണ്. ഫുള്ള് അവർക്ക് എവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഈ അടിയും തൊഴി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് എല്ലായിടത്തും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊരാൾ ഇപ്പം ഒരാൾ നിങ്ങൾക്ക് ഈ പറയുന്ന അവഗണനയും ഈ പറയുന്ന പരിഹാസങ്ങളും മാത്രമാണ് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് സമയത്ത്, നിങ്ങളൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് മുതൽ നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നിങ്ങൾ സൊസൈറ്റിയിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചിരിച്ച് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ പറ്റില്ല. ഞാനായിട്ട് സങ്കല്പിച്ച് എനിക്ക് പറ്റില്ല. എനിക്ക് സൊസൈറ്റിനോട് ദേഷ്യമായിരിക്കും. അത് കാരണമാണ് ഇവർ ഈ കാണിക്കുന്ന അഗ്രഷൻ എന്ന്. കുറച്ച് എല്ലാവരും അഗ്രഷൻ കാണിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരൊക്കെ അഗ്രഷൻ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അവർ കടന്നുപോയ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആടുജീവിതത്തിൽ പറയുന്ന പോലെ നമുക്കറിയാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതിനൊരു റീസൺ ഉണ്ട് അവരെന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന്. അത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്മൾ സ്നേഹിച്ചേ പറ്റൂ. അവരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തണം.
അപ്പോൾ അത് എന്താ പറയുക, ഹെയ്റ്റ് വെറുതെ ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത മണ്ടന്മാർ മാത്രം ഇത്, ഞാൻ കുറച്ച് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു പോകുന്നത് കൊണ്ടല്ല, എൻ്റെ ദേഷ്യം കൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പം എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോസും ഒരുപാട് പേര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗസ്റ്റസ് മോർ സാറൊക്കെ ഒരുപാട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഇത് യാതൊരു ക്ലെയിമും ഇല്ലാത്ത ഈ പറയുന്ന ഈ മെൻ്റൽ ഇൽനെസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സംഗതികളൊക്കെ അവന്മാർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു മെൻ്റൽ ഇൽനെസ് ആണെങ്കിൽ അതിന് സയൻസ് ബാക്ക് ചെയ്തില്ല എന്തെങ്കിലും ഒരു സ്റ്റഡി കാണിക്കാൻ പറഞ്ഞാൽ ഒരുത്തൻ്റെ കയ്യിൽ ഒരു സ്റ്റഡിയും ഇല്ല. പിന്നെ പണ്ടെങ്ങാനും ഇവർ പറയുന്നുണ്ട്, അമേരിക്കൻ ഈ ഹെൽത്തിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഹെൽത്ത് അസോസിയേഷൻ, ആ സംഗതി, അത് പണ്ട് ഇതിനെ ഈ മെൻ്റൽ ഇൽനെസ്സിൻ്റെ കാറ്റഗറിയിലായിരുന്നു പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്, പണ്ടങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അത് മാറിയിട്ടുണ്ട്. കാരണം സയൻസാണിത്. ഇത് പണ്ടൊരുത്തൻ എഴുതി വെച്ച സാധനമല്ല. സയൻസ് മാറും. നമുക്ക് ഇന്ന് പുതിയ അറിവ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ നിയമങ്ങളും ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ നമ്മൾ മാറ്റേണ്ടി വരും. അത് മെഡിക്കൽ സയൻസിൽ എല്ലാത്തിലും അത് പ്രകടമാണ്. അപ്പോൾ പണ്ടങ്ങനെ ആയിരുന്നു എന്ന് വെച്ചിട്ട് ഇന്നതാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു ജീന് നമ്മൾ കണ്ടുപിടിച്ചു, ഈ ട്രാൻസ്ജെൻഡറിനെ ആവാൻ വേണ്ടി. ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ജീനില്ല എന്നുള്ളത്, അങ്ങനെ ഒരു ജീനില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതായിരിക്കും നമ്മൾ പറയുന്നത്, ഇത് കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. അതാണ് സയൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലത്തെ മെൻ്റൽ ഇൽനെസ് അങ്ങനത്തെ യാതൊരു സംഗതിയല്ല. ഇത് ബയോളജിക്കലായിട്ട്, നാച്ചുറൽ ബയോളജി അതിലുണ്ടാകുന്ന സംഗതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മിസ്മാച്ച് എന്നുള്ള വാക്ക് പോലും ഞാൻ ഉച്ചരിക്കാൻ പാടില്ല. കാരണം എൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നത് ഇങ്ങനെ, ഇവരുടേത് ഇങ്ങനെ, അവരുടേത് അങ്ങനെ മാത്രമേ ഇതിനൊരു മീനിങ് ഉള്ളൂ. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ പലരും ഈ സെക്സ് വർക്കേഴ്സായിട്ട് മാത്രമായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. എന്തുകൊണ്ട് അവർക്ക് ഈ സെക്സ് വർക്കിന് ഇറങ്ങി വരേണ്ടി വരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അത് നിങ്ങൾ കരുതും പോലെ അവർ നാച്ചുറലി അവരുടെ തലയിൽ ഉദിക്കുന്ന ഒരു സാധനമല്ല നമുക്ക്. അതായത് അവരൊരു സെക്സിനോടൊരു അമിതമായിട്ടുള്ളൊരു ആസക്തിയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ എന്നൊന്നും എവിടെയും പറയുന്നില്ല. എന്തുകൊണ്ട് അവർ സെക്സ് വർക്കേഴ്സ് ആവുന്നു? ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സെക്സ് വർക്കർ ആയിരുന്ന ഒരു ട്രാൻസ്ജെൻഡറായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഈ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, അവർക്ക് ഈ അധികമായിട്ട് തോന്നുന്നത് ഈ തൂങ്ങി നിൽക്കുന്ന സാധനമാണ്, അവർക്ക് ഒരു അധികപ്പറ്റായിട്ട് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്കത് മുറിച്ച് മാറ്റിയിട്ട് അത് അവർക്ക് ഡിസയർ ആയിട്ടുള്ള ഷേപ്പിലേക്ക് അവർക്കത് മാറ്റണം. അപ്പം വജൈനോപ്ലാസ്റ്റി എന്നാണ് ഈ സർജറിയുടെ പേര്. ഈ വജൈനോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ ലക്ഷങ്ങളുടെ ചിലവുണ്ട്. അപ്പോൾ ഇവർക്കാരും ജോലി കൊടുക്കുന്നില്ല. ഇവർ പോയി കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിക്കുന്നു മുഖത്ത്, ഇവരെ അടിച്ച് ഓടിക്കുന്നു, സമൂഹം മൊത്തത്തിൽ ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇവർക്ക് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിൽ നമ്മുടെ ഈ കേരളത്തിലെ സർക്കാർ വലിയൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഇവർക്കൊരു റീഹാബിലിറ്റേഷൻ പോലെയൊക്കെ ഇവർക്ക് ജോലിയൊക്കെ കൊടുക്കുന്ന ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഒന്നും എനിക്കറിയില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെ സ്ഥലത്തും നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഈ ഒരു സ്റ്റാറ്റസ് അവർക്ക് കിട്ടില്ല. അവർക്ക് വേറെ ആരും ജോലി കൊടുക്കാനില്ല. ഇപ്പോൾ അവരിപ്പോൾ ഒരു ചായക്കട ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അവിടെ പോയി ചായ കുടിക്കും? നിങ്ങൾ ആരും പോവില്ല. അത് കാരണം തന്നെയാണ് ഇവർ ഈ ഒരു വഴിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവർ ഈ വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ഈ പറയുന്ന ആവശ്യങ്ങളായിട്ട് ചെല്ലുന്നത് ഒരിക്കലും ഇവരെപ്പോലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് അല്ല. ഈ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് അവിടെയും ചെല്ലുന്നത്. പക്ഷേ അത്തരക്കാർക്ക് കുറ്റമില്ല, ഇത് ചെയ്യുന്ന ഇവർക്ക് മാത്രമാണ് കുറ്റം. അപ്പോൾ പലരും ഈ സർജറിക്കുള്ള പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകേണ്ടി വരുന്നത്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും പോകുന്നതല്ല, അവർക്ക് പോകേണ്ടി വരുവാണ് ചെയ്യുന്നത്. പിന്നെ പലരും പറയുന്നൊരു സാധനമാണ്, അവർ യുവാക്കളെ വഴിതെറ്റിക്കുന്നു, കുട്ടികളെ വഴിതെറ്റിക്കുന്നു, ഈ ജെൻഡർ കൺഫ്യൂഷൻ എന്ന് പറയുന്നൊരു സാധനം സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്ത് ബാലിശമായ വാദങ്ങളല്ലേ അതൊക്കെ? അതിനൊക്കെ എന്ത് പ്രസക്തിയാണല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ആണാണ് എന്ന് സ്വയം അറിയുന്നത്, അതിൻ്റെ ബ്രെയിനും അവൻ്റെ ബോഡിയൊക്കെ ആണായിട്ടുള്ളൊരു കുട്ടിയുടെ അടുത്ത് നീ പെണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവൻ അഗ്രസീവ് ആവുകയാണ് ചെയ്യുന്നത്, അവന് ദേഷ്യമായിരിക്കും വരുന്നത്. അത് നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ, സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരാളവിടെ പണ്ട് ആണായിട്ട് ജീവിച്ചിരുന്നു, അവൻ പെണ്ണായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവനും അങ്ങനെ ഒരിക്കലും തോന്നില്ല അവന്. പിന്നെ ഈ സർജറി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. ഈ സർജറി എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ജസ്റ്റ് ഈ യൂട്യൂബ് എടുത്തിട്ട് വജൈനോപ്ലാസ്റ്റി സർജറി അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നൊക്കെ വീഡിയോ ആയിട്ട് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് അതിലെന്താ അവർ ചെയ്യുന്നതെന്ന് ഞാൻ കറക്റ്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിൻ്റെ. ഇപ്പം നിങ്ങൾക്ക് ഈ ചോരയും ഇതൊക്കെ കീറി മുറിക്കുന്നതൊക്കെ പേടിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആനിമേഷനൊക്കെ കാണാം, അതിലെന്താ ചെയ്യുന്നതെന്നുള്ളത്. ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് എത്ര നാൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഡോക്ടറുടെ ഭാഗത്തുള്ള കൗൺസിലിംഗ് ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന സാധനത്തിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയായിട്ട് ഒരാൾ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ബുദ്ധിമുട്ട് അവരെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ ഈ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ട്രാൻസ്ജെൻഡർ ആയ ഒരു കുട്ടീനെ കാണിച്ചാൽ. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഈ ജാസി എന്ന് പറയുന്ന, എനിക്ക് വളരെ ഇഷ്ടമാണ് അവരുടെ വീഡിയോസൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എനിക്കറിയില്ല, അതിൻ്റെ ആരൊക്കെയാണ് അതിൽ എന്താ പറയുക എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്കൊക്കെ ഭയങ്കര ഹെയ്റ്റാണ് സമൂഹത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പം ഈ ജാസിക്ക് അവന് പെണ്ണായിട്ട് ജീവിക്കുന്നവന് ഇഷ്ടമെങ്കിൽ അവൻ ജീവിക്കട്ടെ,
അതിനെന്താണ് കുഴപ്പം, എന്താണ് അത്, നിങ്ങളെങ്ങനെ അത് ബാധിക്കുന്നു? ഇപ്പം നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ മതം പറയുന്ന ചില ആൾക്കാർ, നിങ്ങളെ വീട്ടിൽ പത്രമൊക്കെ ആയിട്ട് വന്നിട്ട് മതം മാറ്റാൻ നിങ്ങളെ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ഇന്നേ വരെ നിങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചേരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും നിർബന്ധിക്കാറില്ല. പിന്നെ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തുന്ന ഈ ഒരു ക്രൈമിൻ്റെ റേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതിലിപ്പം ട്രാൻസ്ജെൻഡേഴ്സിനേക്കാളും കൂടുതൽ ഒരുപാട് സ്ത്രീകളാണ് കൂടുതലായിട്ടും ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാർ ഈ ബ്രെയിനിലെ ഐഡൻറ്റിറ്റി ഇതായിട്ട് ഇത് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു സത്യമാണ്. നമ്മുടെ ഇടയിൽ തന്നെ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മൾ ആരും അറിയാതെ പോകുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഈ ക്രൈം റേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് കൂടുതൽ ക്രൈം ചെയ്യുന്നത്. നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, ഈ പറയുന്ന സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ ക്രൈംസ് ചെയ്യുന്നത്. എനിക്കൊരു കാറ്റഗറിയിലും പെടാൻ എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ നമ്മളെന്ന് പറയാത്തത്. അപ്പോൾ എങ്ങനെ ഇവർ ഭയങ്കര കുഴപ്പക്കാരായി മാറുന്നു? ഇവരെന്തിനങ്ങനെ നിങ്ങൾ ചിത്രീകരിക്കുന്നു? എല്ലാം ഇതാണ്. ഈ തുടക്കം ഒരു മതം എന്ന് പറയുന്നൊരു സംഗതി എന്നാണ്, പിന്നെ ഹെയ്റ്റ് എല്ലാവരുടെ അടുത്ത് ഹെയ്റ്റ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ ഈ പറഞ്ഞ ഹെയ്റ്റ് വരും. നീ പറഞ്ഞ മറ്റേതല്ലടാ, നീ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ആൾക്കാർ ചോദിക്കുന്നത്. എനിക്കിപ്പോൾ ആരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു. അങ്ങനെ കണ്ടാൽ പോരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കൂ, ഒരാളും ചോദ്യം ചെയ്യാൻ വരുന്നില്ല. പക്ഷേ ഇവരിങ്ങനെ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം ഇവർക്ക് ഇപ്പോൾ അധികപ്പറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. ആ വേദന അവരാണ് അനുഭവിക്കുന്നത്. ആ വേദന എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരതിന് നിൽക്കുന്നത്. അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചുമ്മാ രാവിലെ പോയിട്ട് എനിക്കിത് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ മാറ്റിത്തരുമില്ല. അതിന് പ്രൊസീജിയറുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. അതിനെന്തൊക്കെ അത് കഴിഞ്ഞിട്ട്, ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് എത്ര കാലം എന്തൊക്കെ പരിപാടികൾ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ബോധരാണ്. എന്നിട്ടാണ് അവരിതിന് പോകുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ജീവിതത്തിൽ ആ ഒരു ഷർട്ടിൽ നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങളും വൈകായികളും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാവുള്ളൂ. നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മുടെ ഫോണിൽ വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാതെ ഇങ്ങനെ അടിച്ച് ടൈപ്പ് ചെയ്ത് അവരെ തെറി വിളിക്കാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ആ ഒരു ലൈഫ് ജീവിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ മനസ്സിലാവും. ഇപ്പം ഞാൻ ആ ലൈഫ് ജീവിച്ചിട്ടില്ല, പക്ഷേ എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ആൾക്കാരുടെ പെയിൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പെയിന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എല്ലാത്തിനും ഹെയ്റ്റ്, തെറിവിളി, മറ്റത്. അതിന് കൂട്ടുപിടിക്കാനായിട്ട് ഇവിടെ കുറേ വൃത്തികെട്ട മതങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നു ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും വേറെ സ്പീഷീസോ വേറെ ജനുസോ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ DNA ഉള്ള മനുഷ്യർ തന്നെയാണ്. നമ്മളെപ്പോലെ പച്ചയായിട്ടുള്ള ചോരയും നീരുള്ള വിചാരങ്ങളും വികാരങ്ങളും ഇപ്പം നുള്ളിയ വേദനിക്കുന്ന മനുഷ്യർ തന്നെയാണ് അവരും. വേറെ ഒന്നുമില്ല, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ ബോഡി എങ്ങനെയാണോ ഡെവലപ്പായത് അതേപോലെ തന്നെ ആയിരിക്കും ആ ഒരു കോർഡിനേഷൻ, ബോഡി ബ്രെയിൻ കോർഡിനേഷൻ ഈ ഒരു സെക്സിൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ട്. നിങ്ങളുടെ ബോഡി ഡെവലപ്പായതുപോലെയാണ് നിങ്ങളുടെ ബ്രെയിനും ഡെവലപ്പായത്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി ഡെവലപ്പായതുപോലെ അല്ല അവരുടെ ബ്രെയിൻ ഡെവലപ്പായത്. അത്രയേ ഉള്ളൂ. ആ ഒരു വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഹെയ്റ്റും ഈ പറയുന്ന എല്ലാ സംഗതികളൂടെ നടക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ തെറാപ്പീൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ അടിയുടെ പേരിലോ എന്തിൻ്റെ പേരിലോ നിങ്ങൾക്ക് അതൊരിക്കലും മാറ്റാനും പറ്റില്ല. കാരണം ഈ ഒരു കുട്ടി ജനിച്ച് വീഴുന്നതിൻ്റെ മുന്നേ അയാളുടെ ബ്രെയിനിൻ്റെ വയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. അയാൾ എന്തൊക്കെയായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് ഓൾറെഡി ഡിറ്റർമൈൻഡ് ആണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇനിയും ഇത് മാനസിക രോഗമാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെ ഏതെങ്കിലും ഒരു മണ്ടം പറയുകയാണെങ്കിൽ തിരിച്ച് നല്ല തെറി വിളിച്ചോ. അതുമാത്രം ഇവനൊക്കെ ഇങ്ങോട്ട് തെറി വിളിക്കാനറിയാം. അപ്പം നമ്മളായിട്ട് എങ്ങനെ മാന്യമാരായിട്ടൊന്നും ഇരിക്കേണ്ട, തിരിച്ച് നല്ല തെറി വിളിച്ചോ. ബൈ.